നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഓൾ, കുറച്ച് ലേറ്റ് ആയിപ്പോയി, 5 മിനിറ്റ്. അപ്പൊ നമ്മൾ ഇന്ന് POPയുടെ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സിലായിട്ട് ഫ്രൂട്ട് ക്രോപ്സ് POPയിലുള്ളതും അതുപോലെ തന്നെ എക്സ്ട്രാ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സിലബസിലുള്ള അടുത്ത ഒരു ഏരിയ ആണ് പ്ലാന്റേഷൻ ക്രോപ്സ്. പ്ലാന്റേഷൻ ക്രോപ്സ് നമുക്കറിയാം, നമ്മുടെ കേരള കണ്ടീഷനെ സംബന്ധിച്ചിടത്തോളം പ്ലാന്റേഷൻ ക്രോപ്സിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെറ്റ് ഓഫ് ക്രോപ്സ് ആണ്. എന്താണ് പ്ലാന്റേഷൻ ക്രോപ്സ്? എല്ലാവർക്കും അറിയാം, തോട്ടവിളകൾ. അപ്പൊ അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ക്രോപ്സ് ആണ് ഇത്: കോക്കനട്ട്, അരക്കനട്ട്, ഓയിൽ പാം. ഇനി നമുക്ക് റബ്ബർ ഉണ്ട്, കോഫി, ടീ, അങ്ങനെ കുറെ അധികം ക്രോപ്സിനകത്ത് വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി നമുക്ക് ഒരു ക്ലാസ്സിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇന്ന് കോക്കനട്ടും അരക്കനട്ടും അതുപോലെ തന്നെ ഓയിൽ പാമും തെങ്ങും കവുകും അതുപോലെ എണ്ണപ്പനയും ഇത് മൂന്നുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് മൂന്നും തന്നെയും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ഇൻ സെൻസ് നമുക്കിപ്പം നിങ്ങൾ എല്ലാവരും POP ഇത് വായിച്ചിട്ടുണ്ടാവും. പറ്റുമെങ്കിൽ POP കൂടെ അടുത്ത് ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചോളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇത് അറിയാം, നമുക്ക് പ്ലാന്റേഷൻ ക്രോപ്സ് നമ്മൾ വെജിറ്റബിൾസ് പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് പഠിക്കുന്നത് പോലെയോ അല്ല, കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ പ്രാക്ടീസസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന്റെ ന്യൂട്രിയൻ മാനേജ്മെന്റോ അല്ലെങ്കിൽ അതിന്റെ ഇന്റർകൾച്ചറൽ ഓപ്പറേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്കതൊരു തിയറി പോലെ വലിയൊരു കഥ പോലെ ഒരു ക്ലാസ്സിൽ പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻസ് ഓറിയന്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പം ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് POPയിലുള്ളത് കൂടി പറഞ്ഞു പോകാം. പറ്റുമെങ്കിൽ നമുക്ക് കയ്യിൽ POP ഉണ്ടെങ്കിൽ അടുത്തടുത്ത് വെച്ചോളൂ, അത് ഉപകരിക്കും. അപ്പൊ നമുക്ക് സ്ഥിരം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ആ ഒരു രീതിയിൽ പോവാം. ഫസ്റ്റ്, ഇനി സേഫ് സ്റ്റോറേജ് ഓഫ് കൊപ്രയ്ക്കകത്തും 1-2 പോയിന്റ്സ്. അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഡ്രൈ ദ പ്രൊഡ്യൂസ്ഡ് 4% മോയിസ്ചർ. നമുക്കറിയാം, മോയിസ്ചർ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ അതിനകത്ത് പെസ്റ്റ് ഡിസീസിന്റെ പാത്തജൻ അറ്റാക്ക് ഒക്കെ ഉണ്ടാവും. അവോയ്ഡ് ഹീപ്പ് സ്റ്റോറേജ് വിച്ച് കോസ് മാക്സിമം ഡാമേജ്. ഹീപ്പ് അടിയിൽ കുന്നുകൂട്ടിയിട്ട് സ്റ്റോർ ചെയ്യാതിരിക്കുക. നമ്മൾ കൊപ്രയൊക്കെ ഉണക്കാനിട്ടേക്കുന്നതൊക്കെ നമുക്ക് കാണുന്നതാണ്. സ്റ്റോർ കൊപ്ര ഇൻ നെറ്റഡ് പോളിത്തീൻ ബാഗ്സ് ഒരു ഗണ്ണി ബാഗ്സ്. പ്രോപ്പർ ആയിട്ട് സ്റ്റോറേജ് വെസ്റ്റ് അല്ലെങ്കിൽ റോഡൻസിന്റെ ഒന്നും അറ്റാക്ക് ഇല്ലാത്ത രീതിയിൽ നല്ല നെറ്റഡ് പോളിത്തീൻ ബാഗ്സിലോ അല്ലെങ്കിൽ ഗണ്ണി ബാഗ്സിലോ കീറൊന്നും ആവാൻ പാടില്ല, ക്ലിയർ ആയിട്ടുള്ള വെക്കുക. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സേഫ് സ്റ്റോറേജ് ഓഫ് കൊപ്രയിൽ ശ്രദ്ധിക്കണം. പിന്നെ POPയിൽ താഴെ ഷെൽ ഫ്രൈഡ് കൊപ്ര ഡ്രയർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എക്യുപ്മെന്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് CPCRA എന്ന് വെച്ചാൽ എന്താ? സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് എവിടെയാണ്? കാസർഗോഡാണ്. അതിന്റെ റീജിയണൽ സ്റ്റേഷൻ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? കായംകുളം. യെസ്, കായംകുളം. അപ്പൊ അതൊക്കെ അറിയാം, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ഇതിന്റെയൊക്കെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാൻ കേട്ടോ. CPCRA ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് അങ്ങനെ പലത് എക്സ്പാൻഡ് ചെയ്യാനുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. BSPCക്ക്, CPCRA, പിന്നെ എന്താണ് അപ്ലൈഡ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ ചില എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. CPCRA സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് കാസർഗോഡാണ് അതിന്റെ സ്റ്റേഷൻ. റീജിയണൽ സ്റ്റേഷൻ വരുന്നത് കായംകുളത്തുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് എന്ന് പറയുന്നത് ഷെൽ ഫ്രൈഡ് കൊപ്ര ഡ്രയർ അവിടെ ഉണ്ടാക്കിയതാണ്. ന്യൂ ടൈപ്പ് ഓഫ് ഡ്രയർ വർക്കിംഗ് ഓൺ ഇൻഡയറക്റ്റ് ഹീറ്റിംഗ് ആൻഡ് നാച്ചുറൽ കൺവെക്ഷൻ പ്രിൻസിപ്പിൾ. ചില ക്വസ്റ്റ്യൻസിലേക്ക് ഇപ്പം അതിവിടെ അല്ല, അല്ലാണ്ട് പോസ്റ്റ് ഹാർവസ്റ്റ് വരുമ്പോഴാണ് ചില എക്യുപ്മെന്റ്സിന്റെ ഒക്കെ പ്രിൻസിപ്പിൾ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിൾ ഇങ്ങനെ കണ്ടതുകൊണ്ട് ഞാനത് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. കൊപ്ര ഉണക്കാനാണോ എന്ന് അറിഞ്ഞിരിക്കുക. ഇൻഡയറക്റ്റ് ഹീറ്റിംഗ് ആൻഡ് നാച്ചുറൽ കൺവെക്ഷൻ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന ഒരു ഇതാണെന്നറിയാം. പിന്നെ കോക്കനട്ട് സാപ്പ് ചില്ലർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഇത് കൂടി പറയുന്നുണ്ട് ഇതിനകത്ത്. ഇൻഫ്ലോറസൻസിന് സാപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരെണ്ണം, അത് കൂടി ജസ്റ്റ് ഇതിനകത്ത് എക്യുപ്മെന്റ് പറയുന്നുണ്ട്, ജസ്റ്റ് അറിഞ്ഞിരിക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു തവണ ചോദിച്ചത്, നാറ്റാഡി കൊക്കോ ഈസ് പ്രിപ്പയർഡ് ഫ്രം വിച്ച് ക്രോപ്പ്? ഏത് ക്രോപ്പാണ്? ഇപ്പൊ നമ്മൾ ഏത് ക്രോപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ നമുക്ക് ഏകദേശം കോക്കനട്ടിന്റെ അത്യാവശ്യം കാര്യങ്ങൾ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ POPയിലുള്ള ആ ഒരു കുറച്ചധികം പേജുകളുണ്ട്. നല്ല രീതിയിൽ അത് വായിക്കുക, എല്ലാ പേജും നന്നായിട്ട് വായിക്കുക. എന്നിട്ട് ഈ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞതൊക്കെ പറ്റുമെങ്കിൽ ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതി വെക്കുക. ഇനി അതിന് പറ്റുന്നുണ്ടെങ്കിൽ അത് POPയിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ട് അത് നല്ല രീതിയിൽ വായിക്കുക കേട്ടോ. അതായത് ഹൈബ്രിഡ്സ്, നമ്മുടെ മാനുവറിംഗിന്റെ ടേബിള്, പിന്നെ ഡ്രൗട്ട് മാനേജ്മെന്റ് പ്രാക്ടീസസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെലക്ഷൻ ഓഫ് സീഡ്ലിങ്സ്, പിന്നെ ഗ്രീൻ മാനുവർ ക്രോപ്സിനും ഇന്റർ ക്രോപ്സിനും ഒക്കെ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കലത്തഗോണിയം മ്യൂക്കനോയിഡ്സ് എക്സാമ്പിൾ ഫോർ എന്ത് ടൈപ്പ് ക്രോപ്പ് ആയിരുന്നു? കലത്തഗോണിയം കവർ ക്രോപ്പ്. യെസ്, റൈറ്റ്, കവർ ക്രോപ്പ് ആണ്. പിന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള നമ്മുടെ പെസ്റ്റ് ആൻഡ് ഡിസീസുകൾ. പെസ്റ്റ് ആൻഡ് ഡിസീസിന്റെ എല്ലാം ഈ സിംറ്റംസും എല്ലാം കുത്തിയിരുന്ന് കാണാതെ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിലും കോമൺ നെയിമും, അതായത് പെസ്റ്റിന്റെ കോമൺ നെയിമും സയന്റിഫിക് നെയിമും അറിഞ്ഞിരിക്കുക. ഡിസീസിന്റെ പേരുകൾ അറിഞ്ഞിരിക്കുക, മറ്റു പേരുകൾ ഉണ്ടെങ്കിൽ അതറിഞ്ഞിരിക്കുക. പിന്നെ അതിന്റെ കോസൽ ഓർഗാനിസം, ഫംഗസ് ആണോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഫൈറ്റോപ്ലാസ്മ കോസ് ചെയ്യുന്ന ഡിസീസ് ഏതായിരുന്നു?
റൂട്ട് വിൽറ്റ്, സ്റ്റെഫാനിറ്റിസ് ടിപ്പിക്കസും അതുപോലെ തന്നെ പ്രൊട്ടിസ്റ്റ മോയിസ്റ്റാണ് അതിന്റെ വെക്ടേഴ്സ് ആ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കുക. പിന്നെ ഫൈനലി സ്റ്റോറേജും പിന്നെ 2 എക്യുപ്മെന്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതോടുകൂടി ഏകദേശം നമ്മുടെ കോക്കനട്ടിന്റെ ആസ്പെക്ട്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കാം അരക്കിനട്ട്. അപ്പൊ നമ്മുടെ ക്ലാസ് 9 മണി ആയ ഏകദേശം, നമുക്ക് മാക്സിമം തീർക്കാൻ പറ്റുന്നത് തീർക്കാം. നെക്സ്റ്റ് അരക്കിനട്ട് ആണ്. ഞാൻ പറഞ്ഞല്ലോ കോക്കനട്ട് അത്യാവശ്യം കുറച്ചുള്ള ഒരു ക്രോപ്പാണ് കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രോപ്പാണ്. നമ്മുടെ പല അഗ്രികൾച്ചറിന്റെ കോമ്പറ്റേറ്റീവ് എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കോക്കനട്ടിനൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് പല ഏരിയാസ് ടച്ച് ചെയ്തതിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തത് സയന്റിഫിക് നെയിം ഓഫ് അരക്കിനട്ട്. അരക്കിനട്ട് കവുങ്ങ് അല്ലെങ്കിൽ അരക്കിനട്ടിന്റെ സയന്റിഫിക് നെയിം എന്താണ്? കോക്കോസ് ന്യൂസിഫെറ ആണോ, ഹെവിയ ബ്രസീലിയൻസിസ് ആണോ, അരേക്ക കറ്റേച്ചു, ദെൻ പേഴ്സിയ അമേരിക്കാന? ഏതാണ്? അരേക്ക കറ്റേച്ചു എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കി. ഓപ്ഷൻ എ കോക്കോസ് ന്യൂസിഫെറ എന്തായിരുന്നു? കോക്കനട്ട്. ഈ ഹെവിയ ബ്രസീലിയൻസിസ് റബ്ബർ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുള്ളൂ റബ്ബർ. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞ പേഴ്സി അമേരിക്കാന അവക്കാഡോ. യെസ്, അവക്കാഡോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രൂട്ട്സ് ഒക്കെ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടെന്ന് മനസ്സിലായി. പേഴ്സി അമേരിക്കാന. ഫാമിലി ഓർമ്മയുണ്ടോ? ഫാമിലി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പേഴ്സി അമേരിക്കാന അവോക്കാഡോയുടെ ഫാമിലി ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിലുള്ളത് കൊണ്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാം. ലോറേസിയ ഫാമിലി ആയിരുന്നു. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ വെറൈറ്റീസ് ഓഫ് അരക്കിനട്ട്? ഞാൻ ഓപ്ഷൻസ് ഇങ്ങനെ ആയിപ്പത് നോക്കിയിട്ട് പറഞ്ഞു. മംഗള, സുമംഗള, നമ്പറിങ് വിട്ടുപോയി. മംഗള, സുമംഗള, ശ്രീമംഗള, ഓൾ ഓഫ് ദം. അരക്കിനട്ടിന്റെ വെറൈറ്റീസ്. അതായത് അതിനകത്ത് കുറച്ച് വെറൈറ്റീസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ വെറൈറ്റീസ് നോക്കി വെക്കാം. ദാറ്റ് ഇസ് മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ, പിന്നെ VT-LH1. അതായത് നമുക്ക് ആ ഒരു റിസർച്ച് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് ആണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 വെറൈറ്റീസ് മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ. ആ പേര് പഠിക്കാൻ എളുപ്പമുണ്ട്. മംഗള, സുമംഗള, ശ്രീമംഗള. പിന്നെ കൂടെ എന്താണ്? മോഹിത് നഗർ. ഇത് ഇത്രയും അരക്കിനട്ടിന്റെ വെറൈറ്റീസ് ആണ്. ഓക്കെ, അരേക്ക കറ്റീച്ചു എന്നാണ് സയന്റിഫിക് നെയിം. അടുത്തത് റെക്കമെൻഡഡ് സ്പേസിംഗ് ഓഫ് അരക്കിനട്ട്. അരക്കിനട്ടിന്റെ റെക്കമെൻഡഡ് സ്പേസിംഗ് 2 മീറ്റർ ബൈ 2 മീറ്റർ ആണോ, 2.7 മീറ്റർ ബൈ 2.7 ആണോ, 7.6 7.6 ആണോ, 9 by 9 ആണോ? 2.7 by യെസ് റൈറ്റ്, 2.7 by 2.7. നമുക്ക് ബിവറേജസ് ആൻഡ് സ്റ്റിമുലൻസ് എന്നുള്ള ഒരു ഏരിയയിലാണ് POP ഇത് കൊടുത്തിട്ടുള്ളത്. അതൊരു ബിവറേജ് ഗ്രൂപ്പ് കൂടി ആയതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് സെലക്ഷൻ ഓഫ് സൈറ്റ്, മദർ പാം സെലക്ഷൻ ഒക്കെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളത് കോക്കനട്ടിലാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ റെഗുലാരിറ്റി ഇൻ ബിയറിംഗ്, കൃത്യമായിട്ട് കായ്ക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് ഹൈ പെർസെന്റേജ് ഫ്രൂട്ട് സെറ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ജസ്റ്റ് വായിച്ചു വെക്കേണ്ട കാര്യങ്ങളുള്ളൂ. നമുക്ക് ഒത്തിരി ഒന്ന് കാണാനോ പഠിക്കാനുള്ള കാര്യങ്ങൾ അവിടെ ഇല്ല. പിന്നെ വരുന്നത് ഈ സ്പേസിംഗിന്റെ അടുത്ത് നമുക്ക് ജസ്റ്റ് ഈ എന്താ പറയാ പിറ്റ് സൈസ് ഒന്നും ചോദിക്കാനൊന്നും സാധ്യതയില്ല. അതായത് 60 സെന്റിമീറ്റർ ബൈ 60 സെന്റിമീറ്റർ ബൈ 60 ആണ്. 2.7 മീറ്റർ ബൈ 2.7 മീറ്റർ നോക്കിയെടുത്തു. അതൊരു സ്പേസിംഗ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ ഇറിഗേഷൻ റിക്വയർമെന്റ് എന്നൊക്കെ പറയുന്നത് ഓരോ അഗ്രോ എക്കോളജിക്കൽ സോൺസ് അനുസരിച്ചുള്ള നമ്മുടെ ഇറിഗേഷൻ റിക്വയർമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ആ വാല്യൂസിനും അങ്ങനെ കാണാതെ ചോദിക്കില്ലായിരിക്കും. പിന്നെ ഇതിനിടയ്ക്ക് കൾച്ചറൽ ഓപ്പറേഷൻസും പിന്നെ നമ്മുടെ ഇന്റർ ക്രോപ്പിംഗ് ഒക്കെ നമ്മുടെ കോക്കനട്ട് പോലെ തന്നെ, ഏകദേശം കോക്കനട്ടിനെ പോലെ തന്നെ ഇന്റർ ക്രോപ്പിംഗും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഒരു പെസ്റ്റ് ആൻഡ് ഡിസീസിനകത്ത് മഹാളി ഡിസീസ്. മഹാളി രോഗം എല്ലാവർക്കും ആയിരിക്കും. മഹാളി ഡിസീസ് ഓഫ് അരക്കിനട്ട് ഈസ് കോസ്ഡ് ബൈ. ആരാണ് കോസ് ചെയ്യുന്നത്? ഫൈറ്റോപ്തറ പാമിവോറ എന്ന് പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ ഗാനോഡെർമ വിൽറ്റ്, ഗാനോഡെർമ ലൂസിഡം എന്ന് പറഞ്ഞു. ഗാനോഡെർമ വിൽറ്റ് അതിന്റെ മറ്റു പേരെന്തായിരുന്നു? ഇതേ ഡിസീസ് നമ്മൾ അവിടെ തഞ്ചാവൂർ വിൽറ്റ്. യെസ്, തഞ്ചാവൂർ വിൽറ്റ്. അല്ലെങ്കിൽ ഒരു പേരെങ്കിലും ഉണ്ടായിരുന്നു. ബേസൽ സ്റ്റെം എൻഡ് റോട്ട്. ബേസൽ സ്റ്റെം എൻഡ് റോട്ട് അല്ലെങ്കിൽ ബേസൽ സ്റ്റെം റോട്ട് എന്ന് പറയും. അത് ഓർത്തിരിക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫൈറ്റോപ്തോറ പാമിവോറ. അതിന്റെ മറ്റു പേരുകളാണ് കൊള്ളിറോഗ അല്ലെങ്കിൽ മഹാളിയോർ, ഫ്രൂട്ട് റോട്ട്, ഫൈറ്റോപ്തോറ പാമിവോറ. ഡിസീസ് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഇങ്ങനെ ഒരു മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഈ എന്താ പറയാ വടക്കി എടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ പുറത്തിങ്ങനെ ഒരു വെള്ളം നമ്മുടെ ഫംഗസിന്റെ ഒരു പൂപ്പുൽ ഒരു പറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകവും ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പൊ അത് നമുക്കിപ്പം
കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഡിസീസാണ് മഹാളി ഡിസീസ്. അപ്പൊ ഫാമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ആലോചിക്കും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കവുങ്ങിന്റെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിസീസ് എന്ന് പറയുന്നത് മഹാളി ഡിസീസ് ആണ്. ദാറ്റ് ഇസ് കോസ്ഡ് ബൈ ഫൈറ്റോഫ്തോറ പാമിവോറ. ഓക്കെ, അടുത്തത് എലൈസ് ഗുവനൻസിസ് ഇസ് എ സയന്റിഫിക് നെയിം ഓഫ്. എലൈസ് ഗുവനൻസിസ് എന്ന് പറയുന്നത് എന്തിന്റെ സയന്റിഫിക് നെയിം ആണ്? ഓയിൽ പാം. അടുത്ത ഒരു ക്രോപ്പ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഓയിൽ പാം ആയിരുന്നു. ഓയിൽ പാമിന്റെ സയന്റിഫിക് നെയിം ആണ്, യെസ് റൈറ്റ്, ഓയിൽ പാമിന്റെ സയന്റിഫിക്. അരക്കിനട്ടിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? അരേക ക്രിറ്റേച്ചി. ഓക്കെ, പല രീതിയിൽ വായിക്കുന്നുണ്ട് അരേക ക്രിറ്റേച്ചി, ഞാനത് വായിച്ചു പഠിച്ചിട്ടുള്ളത്. ദെൻ ഇതിന്റെ കുറച്ച് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പി ഒ പിയിൽ ഒരൊറ്റ ഓൺലി വെറൈറ്റി റെക്കമെൻഡഡ് ഫോർ കമേഴ്ഷ്യൽ കൾട്ടിവേഷൻ ടെനേറ എന്ന് പറയും. 3 പേരുകളാണ് നമ്മൾ വെറൈറ്റീസ് പഠിക്കുമ്പോൾ ഓർത്ത് വെക്കുന്നത്. ടെനേറ, ഡ്യൂറ ആൻഡ് ഫിസിഫെറ. ഈ ഡ്യൂറയുടെയും ഫിസിഫെറയുടെയും ക്രോസ് ആണ് ടെനേറ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് റെക്കമെൻഡഡ് ഫോർ കമേഴ്ഷ്യൽ കൾട്ടിവേഷൻ. അങ്ങനെ നമുക്ക് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പേരും ഓർത്ത് വെക്കാം. നമുക്ക് പക്ഷെ 3ന്റെയും ക്യാരക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ക്യാരക്ടേഴ്സ് എല്ലാം അതുപോലെ ഇരുന്ന് കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയത്തില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡ്യൂറയുടെ ഷെല്ല്. ഇതിന്റെ ഷെല്ല് എന്ന് പറയുന്നത് ഡ്യൂറയുടെ ഷെല്ല് എന്ന് പറയുന്നത് യൂഷ്വലി തിക്ക് ആയിരിക്കും, അതായത് ഹാർഡ് ആയിട്ടായിരിക്കും. ഡ്യൂറബിൾ എന്ന് ആലോചിക്കുക, ഡ്യൂറബിൾ. അപ്പം കുറച്ച് നല്ല കട്ടി കൂടിയ ഷെല്ലായിരിക്കും. ഫിസിഫറയ്ക്ക് ഷെല്ലില്ല, ഷെല്ലസ് ആയിരിക്കും. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ ക്രോസ് ആണ് ടെനേറ എന്ന് ഓർത്ത് വെക്കുക. എനിക്ക് ഈ പോയിന്റ്സിനകത്ത് ഈ ഒരു പോയിന്റ് മാത്രമാണ്, ഇത് ഷെല്ലിന്റെ കാര്യത്തിലാണ് കുറച്ച് ഒരു ഡിഫറൻസ് ഉള്ളത്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചോ, പറ്റുമെങ്കിൽ ഒന്ന് ജസ്റ്റ് വായിച്ചു വെച്ചോ, അങ്ങനെ കാണാതെ പഠിക്കാൻ ഞാൻ പറയുന്നില്ല. ഇതിന്റെ രണ്ടിന്റെ ക്രോസ് ആണ്, അതായത് ഡ്യൂറയും ഫിസിഫറയും ക്രോസ് ചെയ്യുന്നതാണ് ടെനേറ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതാണ് കമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൾട്ടിവർ. ഓക്കെ, അപ്പൊ എണ്ണപ്പനയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. സയന്റിഫിക് നെയിം എലൈസ് ഗുവനൻസിസ്, അതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതിനകത്ത് വരുന്നത് നമ്മുടെ മാനുവറിംഗ് ആണ്. മാനുവറിംഗ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഓൺവേർഡ്സ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി ഞാൻ പൊതുവേ പറയട്ടെ, നമുക്ക് എക്സാമുകൾക്ക് പല വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസിൽ ഒരു ട്രെൻഡിൽ വരുന്നത് വെജിറ്റബിൾസിന്റെയോ പിന്നെ ഫ്രൂട്ട്സിന്റെ, എല്ലാ ഫ്രൂട്ട്സിന്റെ അങ്ങനെ ഉണ്ടാവാറില്ല. ബനാന, എന്നോട് ഇതിനിടയ്ക്ക് ഒരു കുട്ടി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതിന്റെയൊക്കെ എല്ലാ പി ഒ പിയിലുള്ള എല്ലാ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷനും കാണാതെ പഠിക്കണം എന്നുള്ളത്. ശരിക്കും എല്ലാം നമുക്ക് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് കുറെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഉണ്ട്. പറ്റുമെങ്കിൽ എല്ലാ വെജിറ്റബിൾസിന്റെ അത്യാവശ്യം നോക്കാം. പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ അവിടെ ഇവിടെ വരുന്നത്, സ്പൈസസ് ഈ ഏരിയയിൽ വരുന്ന കുറച്ച് നോക്കുക. കാരണം ബ്ലാക്ക് പെപ്പർ ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ജിഞ്ചർ, ടർമറിക്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കൾട്ടിവേഷൻ ആസ്പെക്ട്സിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഓയിൽ പാമിന്റെതും ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഒന്ന് നോക്കി വെക്കുക. പറ്റുമെങ്കിൽ അത് മെമ്മറൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, നമുക്ക് എന്തും ചോദിക്കാം. കാരണം നമുക്കൊരു പി ഒ പി ഇങ്ങനെ മഹാസാഗരം പോലെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇതിൽ എന്ത് രീതിയിലും ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പോളിനേറ്റിംഗ് വീവിൾ ഇൻ ഓയിൽ പാം. ഓയിൽ പാമിൽ എന്ന് പറയുന്നത് ഓയിൽ പാം ഒരു ക്രോസ് പോളിനേറ്റഡ് ക്രോപ്പ് ആണ്. അസിസ്റ്റഡ് പോളിനേഷൻ ചെയ്യാം ഫെർട്ടിലൈസേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൗവർ ദിസ് ഇസ് നോട്ട് നെസസറി. അതായത് ഒരു പോളിനേറ്റിംഗ് വീവിൾ ഉണ്ട് പോളിനേഷന് വേണ്ടിയിട്ട്. ഇത് ഏതാണ്? സിറ്റോഫിലസ് ഒറേസിയ ആണോ, സൈലാസ് ഫോമിക്കാരിയസ് ആണോ, എലബിഡോയിസിസ് കാമറോണിക്കസ് ആണോ? എലൈഡോബിയസ് കാമറോണിക്കസ് എന്ന് പറയുന്നുണ്ട്. എലൈഡോബിയസ് കാമറോണിക്കസ്, യെസ്. നമുക്ക് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ആ ഒരു പേര് അങ്ങനെ പഠിച്ചു, എലൈഡോബിയസ് കാമറോണിക്കസ്. ഇപ്പൊ ഈ പേര് നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് എന്താ എലൈസ് ഗുവനൻസിസ് എന്നാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഓയിൽ പാമിന്റെ സയന്റിഫിക്. യെസ്, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തങ്ങ് പഠിക്കാം. അപ്പം ബാക്കിയുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. സിറ്റോഫിലസ് ഒറേസിയ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, റൈസ് പീപ്പിൾ ആണ്. ദെൻ സൈലാസ് ഫോമിക്കാരിയസ് എന്ന് പറയുന്നത് നിങ്ങൾ ടെസ്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഏത് ക്രോപ്പാന്ന് അറിയാവോ? മധുരക്കിഴങ്ങ്, അതായത് സ്വീറ്റ് പൊട്ടറ്റോയിലുള്ള ഒരു പെസ്റ്റ് ആണ്. സ്വീറ്റ് പൊട്ടറ്റോ വീവിൾ ആണ്. അത് ഒരു ഫീൽഡ് ലെവലിലും അതുപോലെ തന്നെ സ്റ്റോറേജിലും, ബോത്ത് ഫീൽഡ് ആൻഡ് സ്റ്റോറേജ് പെസ്റ്റ്, രണ്ട് കണ്ടീഷൻസിലും കാണുന്ന ഒരു പെസ്റ്റ് ആണ് സൈലാസ് ഫോമിക്കാരിയസ്. എല്ലാം തന്നെ വീവിൾസ് കേട്ടോ. നമ്മുടെ ആൻസർ നമ്മുടെ പോളിനേറ്റിംഗ് ഓയിൽ പാമിലെ പോളിനേറ്റിംഗ് വീവിൾ എന്ന് പറയുന്നത് എലഡോബിയസ് കാമറോണിക്കസ്. ഓക്കെ, ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കാം. എലഡോബിയസ് കാമറോണിക്കസ് എന്ന് പറയുന്ന വീവിൾ ഏത് ക്രോപ്പിലാണ് പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് കോക്കനട്ട്, അരക്കിനട്ട്, ഓയിൽ പാം അങ്ങനെ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓയിൽ പാം സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ തിരിച്ചു വയ്ക്കാം, ഓയിൽ പാമിലെ പോളിനേറ്റിംഗ് വീവിൾ ഏതാണെന്ന് ചോദിച്ചിട്ട് കുറച്ച് വീവിൾസിന്റെ പേര്. അപ്പം നമ്മൾ എലഡോബിയസ് കാമറോണിക്കസ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഓയിൽ പാം വരുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമുക്ക് എണ്ണപ്പന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ പാം വരുമ്പോഴത്തേക്കും. പിന്നെ ഇതിനകത്ത് നമ്മുടെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. പ്ലാന്റ് പ്രൊട്ടക്ഷൻ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം റൈനോസറസ് ബീറ്റിലൊക്കെ തന്നെ ഇതിനടുത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഓൾറെഡി നമുക്ക്
റൈനോസെറസ് ബീഡിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ബാക്കി റെഡ് പാം വീവിള്, പിന്നെ നമ്മുടെ ആന്ത്രക്നോസ്, സ്പിയർ റോട്ട്, അങ്ങനെ പിന്നെ ഡിസീസിനകത്ത് നമുക്ക് സ്പിയർ റോട്ടും ബഞ്ച് ഫെയിലിയറും പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, പേരുകളെങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ പ്രോസസ്സിംഗ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മെച്ചുവർ പ്ലാന്റേഷൻസ് നോട്ട് എക്സീഡിങ് 40 ഹെക്ടർ, ഹാൻഡ് ഓപ്പറേറ്റഡ് ഹൈഡ്രോ. നമുക്ക് എന്താ ഇതിൽ നമുക്ക് എന്താ എടുക്കേണ്ടത്? ഓയിൽ പാമിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഓയിൽ ഇല്ലേ, അതായത് എണ്ണ നമുക്ക് വേണ്ടേ. അപ്പൊ അത് എങ്ങനെയാണ് എണ്ണ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ വരാൻ വേണ്ടിയിട്ടൊന്നും തന്നെ ഇല്ല. എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതിയാവും. എക്സ്ട്രാ നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പൊ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇത് 3 ഗ്രൂപ്പും വായിച്ചായിരുന്നോ നിങ്ങൾ? POP വായിക്കാൻ പറഞ്ഞപ്പോ എല്ലാവരും ഈ 3 ഗ്രൂപ്പ്സ് വായിച്ചായിരുന്നോ?